തമിഴിലും ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ കൃതികൾ എഴുതിയിട്ടുണ്ടല്ലോ. ഗുരുദേവൻ അത് വളരെ സ്വതസിദ്ധമായ, ഒരുപക്ഷെ മലയാളത്തിനേക്കാളും സംസ്കൃതത്തിനേക്കാളും സുഗമമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു ഭാഷയായിരുന്നു തമിഴ് എന്നുള്ളത് തമിഴ് കൃതികൾ പരിശോധിക്കുമ്പോൾ, വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികൾ എല്ലാം പരിശോധിക്കുമ്പോൾ ശിവനുമായി ബന്ധപ്പെട്ട സാഹിത്യങ്ങൾ അല്ലെങ്കിൽ പുരാണങ്ങൾ ഒക്കെ കൂടുതലായിട്ട് കടന്നു വരുന്നത് കാണാം. സുബ്രഹ്മണ്യ കൃതിയിലും വിനായക സ്തുതിയിലും ഒക്കെ ദേവീസ്തുതിയിലുമൊക്കെ ശിവനെ സ്മരിക്കാതെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. എവിടെയെങ്കിലുമൊക്കെ ശിവനെ സ്മരിക്കുന്നത് കാണാൻ കഴിയും. നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിൽ സംസ്കൃത സാഹിത്യത്തിൽ കടന്നു വരാത്തത് ഒന്നാണ് ശൈവ തമിഴ് സാഹിത്യങ്ങൾ. ഉപനിഷത്തുക്കളിലും മഹാഭാരതത്തിലും രാമായണത്തിലും ഒന്നും അധികമായി പ്രതിപാദിച്ച് കാണാത്ത ഒന്നാണ് തമിഴ് സാഹിത്യം. എന്നാൽ ഇന്ത്യയിൽ വളരെയേറെ പ്രാചീനത അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നായിരുന്നു തമിഴ് സാഹിത്യം. തിരുക്കുറളും തിരുവാസകവും തുടങ്ങിയ പ്രസിദ്ധങ്ങളായ തമിഴ് കൃതികൾ ഇന്ത്യയുടെ ജീവനാഡിയായി നിലനിന്നിരുന്ന ഒന്നാണ്. അനാര്യമായ ദ്രാവിഡ സംസ്കൃതിയുടെ അടിത്തറ, ഒരുപക്ഷെ ഭാരതത്തിന്റെ ആത്മാവ് തന്നെ ഈ തമിഴ് സാഹിത്യങ്ങളിലൂടെയാണ് വിരിഞ്ഞ് വന്നത് എന്ന് പറയാൻ സാധിക്കും. ഞാൻ വായിച്ചിട്ടുള്ളത് സംസ്കൃത സാഹിത്യത്തെക്കാളും ഒക്കെ പഴക്കമേറിയതായിരുന്നു തമിഴ് സാഹിത്യമെന്നാണ്. അതുകൊണ്ട് തന്നെ തമിഴ് സാഹിത്യത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരളത്തിൽ ഇന്ന് നിലവിലിരിക്കുന്ന താന്ത്രിക, വൈദിക ആ പ്രമാണ ഗ്രന്ഥങ്ങൾക്കെല്ലാം അടിത്തറയായി നിൽക്കുന്നത് മുഴുവനും സംസ്കൃത ഗ്രന്ഥങ്ങളാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം താന്ത്രിക സാധനകളുടെ മുഴുവൻ എസൻസ് ഉള്ളത് തമിഴ് കൃതികളിലാണ്. അത് തിരുമൂല നായനാരുടെ തിരുമന്ത്രം എന്ന കൃതിയിലാണ് താന്ത്രിക സാധനങ്ങളെക്കുറിച്ച് വളരെ ഗഹനമായ ആഴത്തിൽ, ഒരുപക്ഷെ നമ്മുടെ ഗുരുദേവ കൃതികളിൽ കാണുന്ന കുണ്ടലിനി പാട്ട്, അതുപോലെ തന്നെ ശിവശതക ആരംഭത്തിൽ കനിവോട് തെക്ക് മുഖം തിരിഞ്ഞ് കല്ലാൽ തളലിലിരുന്നൊരു മൂർത്തി കാത്തുകൊള്ളുക എന്നുള്ള പദം, കല്ലാലിൻ കീഴേയിருந்து ഓതിയ ഉണ്മയെല്ലാം പോതിത്താൻ ജ്ഞാനദിനകരന മോനാശിവൻ. ഏതാണ്ട് അതേ ട്രാൻസ്ലേഷൻ പോലെയാണ് കാണാൻ കഴിയുന്നത്. അത് തമിഴ് പല സിദ്ധന്മാരുടെ കൃതികളിലും ഇതേപോലെ തെക്ക് മുഖം തിരിഞ്ഞ് കല്ലാൽ തളലിലിരുന്നൊരു മൂർത്തിയായ ദക്ഷിണാമൂർത്തിയെ സ്തുതിക്കുന്ന ശ്ലോകങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതിലൂടെയൊക്കെ വളരെ ബഹുദൂരം ഗുരു സഞ്ചരിച്ചിട്ടുണ്ട് ഉണ്ട് എന്നുള്ളത് സുവ്യക്തമാണ്.